വലന്ത് സാറേ, നമസ്കാരം. നമസ്കാരം. ഇന്ന് എനിക്ക് സാറിനോട് 2 ലോക്സഭാ മണ്ഡലങ്ങളെ പറ്റി ചോദിക്കാനുണ്ട്. ഈ 2 ലോക്സഭാ മണ്ഡലങ്ങളെ പറ്റിയും സാറിനേക്കാൾ നന്നായിട്ട് എൻ്റെ അടുത്ത് ഒരാൾക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒന്ന് ആലപ്പുഴയാണ്, ഒന്ന് ആറ്റിങ്ങലാണ്. ആലപ്പുഴ സാറിന്റെ പ്രവർത്തന മണ്ഡലമായിരുന്നു. അതുപോലെ ആറ്റിങ്ങൽ എന്ന് പറയുന്നത് സാറ് 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച മണ്ഡലമാണ്. പക്ഷെ 2009 സാറിന് ആറ്റിങ്ങൽ പരാജയം നേരിടേണ്ടി വന്നു. എന്തൊക്കെയാണ് അതിന് പിന്നിലെ കാരണമെന്ന് സാർ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ശരത്തെ, അത് ഞാൻ ആഗ്രഹിച്ചു വന്ന ഒരു മണ്ഡലമല്ലത്. ഞാൻ ആലപ്പുഴക്കാരനാണല്ലോ. അപ്പോൾ ആലപ്പുഴയിൽ എല്ലാ ഇലക്ഷൻ തന്ത്രങ്ങളും എനിക്കറിയാം. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് സീറ്റെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആറ്റിങ്ങൽ ഫില്ല് ചെയ്തിട്ടില്ല. അപ്പോൾ അവസാന മുഹൂർത്തത്തിൽ ആണ് എന്നോട് ആറ്റിങ്ങൽ മത്സരിക്കണം എന്ന് പറയുന്നത്. പിന്നെ ഒരു പാർലമെൻറ്റിൽ മത്സരിക്കുക എന്ന് പറയുന്ന ഒരു കൊച്ചു കാര്യമല്ല. അപ്പോൾ ഞാനത് വെല്ലുവിളി ഏറ്റെടുത്തു. പക്ഷേ എനിക്ക് ഒരാഴ്ചയെ കിട്ടുകയുള്ളൂ. അതായത് ഏറ്റവും ലാസ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും ലാസ്റ്റ് ഡിക്ലെയർ ചെയ്യുന്ന ഒരു മണ്ഡലം ആറ്റിങ്ങലായിരുന്നു. ശരി. അപ്പോൾ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലായിടത്തും പോകാൻ പറ്റിയില്ല. ഇതിൻ്റെ ഭൂമിശാസ്ത്രം അറിയത്തില്ല. വന്നു കഴിഞ്ഞ് മത്സരിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലായിടത്തും ഓടിയെത്തണ്ടേ. അപ്പോൾ ഓടിയെത്താൻ പറ്റുന്നില്ല. ആളുകൾക്ക് കാണണ്ടേ. ആളുകളെ ഒന്ന് ഞാൻ കാണിക്കാനോ, പിന്നെ എൻ്റെ നാക്കാണ് എൻ്റെ ശക്തി. അപ്പോൾ എൻ്റെ പ്രസംഗം കൊണ്ട് ഇവരെ ഏറ്റെടുക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ പ്രസംഗിക്കാൻ അനുവദിച്ചില്ല ചിലർ. അതെന്തുകൊണ്ടായിരിക്കും സാർ? പേടിച്ചിട്ട് ഇവൻ ഇനി ഇത് വേണ്ട. അതെനിക്ക് തോന്നുന്നു സമ്പത്തുമായിട്ടുള്ളൊരു കണക്ഷൻ കൂടി നടത്തിയിട്ടായിരുന്നു. ആദ്യമായിട്ട് മത്സരിച്ച തെരഞ്ഞെടുപ്പ് അല്ലല്ലോ, രണ്ടാമതോ മൂന്നാമതോ. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ആദ്യമായിട്ടായിരുന്നു ലോക്സഭാ മണ്ഡലം. അല്ല, പണ്ട് ചിറയൻകീഴ് അത് പിന്നെ ആറ്റിങ്ങലായി. അപ്പോൾ ആ മത്സരത്തിൽ ഭയങ്കരമായിട്ട് ആളുകളുടെ സപ്പോർട്ട് കിട്ടി. പിന്നെ എനിക്കൊന്ന് കയറി വരാൻ പറ്റിയത് ഈ ചാനലുകളുടെ ചില ഇൻ്റർവ്യൂകളും ചാനലുകളുടെ ചില സംവാദങ്ങളും, അത് കാൻഡിഡേറ്റ്സ് തന്നെ ഇടപെട്ടിട്ട് നടത്തുന്ന സംവാദങ്ങളും, അതിലൂടെയാണ് ഞാൻ മുമ്പോട്ട് കയറി വന്നത്. അപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചതാണ്. അവിടുത്തെ ആദ്യത്തെ KSU ചെയർമാനാണ്. പിന്നെ കുമാരനാശാൻ സ്മാരകത്തിൽ ഞാൻ ചെയർമാനായിരുന്നു. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു. എന്നാൽ നാട്ടിൽ ഓർക്കാപ്പുറത്ത് വന്നതുകൊണ്ട് ഇവിടുത്തെ മുഴുവൻ ആൾക്കാരെ കാണാനും പിടിക്കാനും സാധിച്ചില്ല. പിന്നെ കോൺഗ്രസ് നേതാക്കളെ പോലും കാണാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് മുമ്പും പിമ്പും അവിടെ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വമ്പൻ പരാജയമാണ് ഉണ്ടായത്. ഏതാണ്ട് 500,000 വോട്ടിൻ്റെ കുറവാണ് ഉണ്ടായത്. എനിക്ക് ഏതാണ്ട് 17,000-18,000 രൂപ വോട്ടിൻ്റെ ന്യൂനപക്ഷമാണ് ഉണ്ടായത്. അപ്പോൾ ജയിക്കാൻ കഴിയുമായിരുന്നത് തോറ്റുപോയി എന്നുള്ളത്. അതാണ് സാറിന് ചോദിക്കാൻ വേണ്ടിയിരുന്നത്. ഈ 2009 സാറ് മത്സരിക്കാൻ വന്നപ്പോൾ അതിന് തൊട്ടുമുമ്പുള്ള 2004 തെരഞ്ഞെടുപ്പിൽ ഷാനവാസ് ആയിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് 2,62,000 വോട്ട് മാത്രമേ കിട്ടിയുള്ളൂ. സാറ് മത്സരിക്കാൻ എത്തിയപ്പോൾ സാറിന് 3,09,000 വോട്ടും കിട്ടി. 42% ഒരു വോട്ട് ഷെയറും കിട്ടി. സാറ് ഇത്രയും തെരഞ്ഞെടുപ്പിൽ സാറിന് നേരെ പ്രചാരണം നടത്താൻ പറ്റാതിരുന്നിട്ടും 18,000 വോട്ടിന്റെ മാത്രം പരാജയമാണ് സാറിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. കോൺഗ്രസ്സുകാർ പിന്നീട് കുത്താൻ ശ്രമിച്ചിട്ടും ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ സാറിനൊപ്പം അടിയുറച്ച് നിന്നു എന്നാണോ, അതോ CPM-കാരടക്കം സാറിൻ്റെ കൂടെ നിന്നു എന്നുള്ളത്? എല്ലാ ജനങ്ങളും ഒരു നല്ല കാൻഡിഡേറ്റ് വരണം, സ്ഥാനാർത്ഥി വരണം എന്ന അർത്ഥത്തിലാണ് നിന്നത്. പിന്നെ ഷാനവാസിന്റെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഷാനവാസിനോട് പറഞ്ഞതൊരു കുഴപ്പം പിടിച്ച സ്ഥലമാണ്, സൂക്ഷിച്ചും കണ്ടുമൊക്കെ നിൽക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ സംസാരിച്ചത്. സംസാരിച്ചു കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഈ കർണൻ യുദ്ധത്തിൽ വെച്ച് മറന്നുപോകുന്നു എന്ന് പറഞ്ഞതുപോലെ എല്ലാ ഇലക്ഷൻ തന്ത്രങ്ങളും അറിയാമായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ അതൊന്നും പുറത്തെടുക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, അതിനെ അനുവദിച്ചുമില്ല. പിന്നെ അല്ല, അത് അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഞാനും ശശി തരൂരും കൂടെ ഒരുമിച്ചാണ് ഇവിടെ ഇലക്ഷൻ മത്സരത്തിന് വന്നത്. ശശി തരൂരിൻ്റെ ആദ്യത്തെ ഇലക്ഷൻ, എൻ്റെ ആദ്യത്തെ ഇലക്ഷൻ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി വന്നപ്പോൾ രണ്ടുപേരും വരത്തന്മാരാണ്. അതെ. അപ്പോൾ രണ്ടുപേരും വന്നപ്പോൾ പലരുടെയും സാധ്യതകൾ മങ്ങി. അപ്പോൾ സാധ്യതകൾ മങ്ങിയവരെല്ലാം ഇതിനകത്ത് എതിരായി അവർ കടുംപിടുത്തം പിടിച്ചു. അപ്പോൾ എന്നെക്കാളധികമായി ശശി തരൂരിനെതിരായിട്ടാണ് കൂടുതൽ കടുംപിടുത്തം പിടിച്ചത്. പക്ഷേ ഹൈക്കമാൻഡ് ഇടപെട്ടിട്ട് ശശി തരൂരിനെ ജയിപ്പിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞ് ഹൈക്കമാൻഡ് തിട്ടൂരം കൊടുത്തപ്പോൾ ഇവർക്ക് വഴങ്ങാതിരിക്കാൻ വയ്യാതായി.
അപ്പോൾ എന്നെ സഹായിക്കാൻ വേണ്ടി മറ്റ് നേതാക്കളോ ഹൈക്കമാൻഡോ അത്ര ബന്ധപ്പെട്ടില്ല. കാരണം ഇത് തോക്കുന്ന സീറ്റാണ്, തുടർച്ചയായിട്ട് തോൽവി ഏറ്റുവാങ്ങുന്ന സീറ്റാണ്. അപ്പോൾ പിന്നെ ഇവിടെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി തള്ളിയിട്ടാണ് എന്നെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത്. ഒരു 2 ആഴ്ച മുമ്പ് സാറിന്റെ പേര് അനൗൺസ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ അവിടെ ഒരു അത്ഭുതം നടക്കും. ഇല്ല, അത്ഭുതം നടക്കും. അതെ, എനിക്ക് ഒരാഴ്ച കൂടെ കിട്ടിയാൽ മതിയായിരുന്നു. അതെ, കാരണം പിന്നൊന്ന് ഇതിനകത്ത് ഇവർ കളം വരച്ചിട്ടാണ് നിർത്തുന്നത്. ഒരു പാർലമെന്റ് സ്ഥാനാർത്ഥിക്ക് സ്വന്തം ഇംഗിതമനുസരിച്ച് പ്രവർത്തിക്കാൻ അവകാശമുണ്ട്, അധികാരമുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ ബൂത്തുകൾ, മണ്ഡലങ്ങൾ ഇതൊന്നും വ്യവസ്ഥാപിതമായി സ്ഥാപിച്ചിട്ടില്ല. എന്നാലും ബൂത്തുകളിലേക്കുള്ള പണം കൊടുക്കേണ്ടി വരുന്നു, മണ്ഡലത്തിലേക്കുള്ള പണം കൊടുക്കേണ്ടി വരുന്നു, പോസ്റ്റർ അടിച്ചാൽ പോസ്റ്റർ ഒട്ടിക്കുന്നില്ല, അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ കവർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ വന്നപ്പോൾ ഇത് തിരുവനന്തപുരമാണ് സാറേ, ഇങ്ങനെ നടക്കുകയുള്ളൂ എന്നാണ് എന്നെ അറിയാവുന്നവർ ഇതിനകത്ത് നിന്ന് എൻ്റെ അഭ്യുദയകാംക്ഷികൾ പറഞ്ഞത്. എന്നാലും ഞാൻ ഓടിയെത്താവുന്നിടത്തൊക്കെ ഓടിയെത്തി. പര്യടനം നടക്കുമ്പോൾ അല്ലെങ്കിൽ സ്വീകരണം നടത്തുമ്പോൾ സ്വാഭാവികമായും ഇവർ ഇത് ചവിട്ടിപ്പിടിക്കും. കാരണം സമയത്ത് ഒരിടത്ത് ചെല്ലത്തില്ല. ഇപ്പോൾ 10 മണിക്ക് ചെല്ലാമെന്ന് പറയുന്നൊരു സ്ഥലത്ത് ആ സ്വീകരണത്തിന് ആ 10 മണിക്ക് ആളുകൾ കൂടിയിരിക്കും. പക്ഷേ 10 മണിക്ക് അവിടെ ചെല്ലത്തില്ല, 12 മണിക്കേ ചെല്ലത്തുള്ളൂ. അപ്പോൾ വേറൊരു കുഴപ്പം, 10 മണി കഴിഞ്ഞാൽ മൈക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് എന്നെ വരിഞ്ഞ് മുറുക്കിയത്. പിന്നൊന്ന് പലരും സാമ്പത്തികമായി ചില കുഴപ്പങ്ങൾ ഉണ്ടാക്കി. ഒരു എൻ്റെ സ്നേഹിതൻ, ഒരു കോളേജ് പ്രൊഫസർ തന്നെ എന്നോട് പറഞ്ഞു, ഞങ്ങൾ കുറച്ച് ആളുകളെ ഞങ്ങളുടെ ഇതിലുള്ള ആളുകളെ കൊണ്ട് അണിനിരത്തിക്കോളാം, 2 ലക്ഷം രൂപ വേണം. 2 ലക്ഷം. അപ്പം ഞാൻ അയാളെ എനിക്ക് അറിയാവുന്നത് കൊണ്ട് 2 ലക്ഷം രൂപ കൊടുത്തു. പക്ഷെ ഒരു മനുഷ്യനെ അയാൾ കൊണ്ടിറക്കിയില്ല എന്ന് മാത്രമല്ല, ആ 2 ലക്ഷം രൂപ പോയി, കാശും പോയി. പിന്നെ ഈ യാത്രക്കിടയിൽ പോകുമ്പോൾ ചിലയിടത്ത് പണം കൊടുക്കേണ്ടി വരും. ആ കൊടുക്കാനുള്ള പണത്തിൽ 50,000 രൂപ ഞാൻ ഡിക്കിയിൽ വെച്ചിരുന്നു. ആ ഡിക്കിയിൽ വെച്ചിരുന്ന പണം ഡ്രൈവർ എടുത്തോണ്ട് മാറ്റി. വിശ്വസ്തനല്ലേ, എടുത്ത് മാറ്റി. അപ്പോൾ ആരോടും ഒന്നും പറയാൻ വയ്യാത്ത സ്ഥിതിയായി. പിന്നെ ഈ പര്യടനം നടത്തുന്നതിനിടയിൽ ഈ സാധാരണ ഇപ്പോഴൊക്കെ കാണാമല്ലോ, ഒരാളാണ് മുകളിൽ നിൽക്കുക, സ്ഥാനാർത്ഥി അല്ലെങ്കിൽ നേതാവ്. മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ കൂടെ നിൽക്കാം, പക്ഷെ അവരല്ല കൈ പൊക്കി കാണിക്കേണ്ടതും പ്രസംഗിക്കേണ്ടതും. ഇവിടെ വർക്കല ചെന്നപ്പോൾ അവിടുത്തെ MLA അയാളാണ് ദ്രോഹം ചെയ്തത്. അയാൾ എൻ്റെ വാഹനത്തെ കയറുകയാണ്. വാഹനത്തെ കയറിയിട്ട് അയാളെന്ന് പ്രസംഗിക്കുക, അയാളുടെ നേട്ടങ്ങൾ. എന്നിട്ട് അവസാനം നിർത്താൻ നേരത്തെ എന്നോട് പറയും, ഒരു 2 മിനിറ്റിൽ വർത്താനം പറഞ്ഞോളാൻ പറയും. അപ്പം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിനെതിരെ ഒന്നും പ്രതികരിക്കാൻ പറ്റുന്നില്ല. പ്രതികരിച്ചാൽ ചിലപ്പോൾ അതുകൊണ്ടാണ് തോറ്റുപോയെങ്കിലോ എന്ന് കരുതിയിട്ടൊരു പേടി കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അയാൾ എന്നെ ഭയങ്കരമായിട്ട് ചതിച്ചു. പേര് പറയണ്ട, വർക്കല MLA ആണ്. അപ്പോൾ അയാൾ ഇത് എന്നെ ഇങ്ങനെ ദ്രോഹിച്ചു എന്ന് മാത്രമല്ല, അപ്പോൾ അവർ പറഞ്ഞു, ബാലേന്ദ്രനെ കൊണ്ട് പ്രസംഗിപ്പിക്കരുത്, അത് കഴിയുന്നത് കുറയ്ക്കണം എന്ന് സമ്പത്തിൻ്റെ അച്ഛൻ അനിരുദ്ധനും പറഞ്ഞു. അതൊരു കരാറുണ്ടാക്കി അവർ. അത് സാമ്പത്തികമായ കരാറാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ വർക്കലയിൽ നിന്ന് എനിക്ക് 7,000-8,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിത്തരാമെന്ന് ഇയാൾ പറഞ്ഞു. അപ്പോൾ ആ 7,000 വോട്ട് വന്നു കഴിഞ്ഞാൽ ആ 7,000 വോട്ട് മറ്റതിൽ നിന്ന് കുറച്ചാലും ജയിക്കാൻ കഴിയും. അപ്പോൾ അത് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ആ വോട്ട് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അവിടെ മുസ്ലിങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു പ്രതികൂലമായ പ്രതികരണം നടത്തുകയും ഒക്കെ കൊണ്ടാണ് അവിടെ തോക്കാനിടയായത്. പിന്നെ വേറൊരാളോട് ഉണ്ടായിരുന്നൊരു, അതിപ്പം ഇല്ല, മരിച്ചുപോയി, ഒരു മോഹനചന്ദ്രൻ. എന്താണ്, അയക്ക് ഇവിടെ മത്സരിക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ കഹാറിന് ഇനി അടുത്ത പ്രാവശ്യം ഇവിടെ മത്സരിക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ മോഹഭംഗം വന്നവരാണ് ഇത് ചെയ്യാൻ തയ്യാറായത്. പിന്നെ നമ്മൾ കെട്ടുകണക്കിന് പോസ്റ്റർ അടിച്ച് ഓരോരുത്തർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഒട്ടിക്കത്തില്ല. ഇതിങ്ങനെ നോക്കിയപ്പോൾ ഒരിടത്ത് ഒരു ഫ്ലാറ്റിൽ ഇട്ടിരിക്കുക, വേറൊരിടത്ത് ഒരു ജൗളിക്കടയുടെ ഗോഡൗണിൽ ഇട്ടിരിക്കുക. പിന്നെ ഇതൊക്കെ കണ്ടുപിടിച്ച് അവിടെ ചെന്ന് ബഹളം വെച്ച് അതെടുത്ത് ഒട്ടിക്കാനൊക്കെയുള്ള ശ്രമം വേറെ നടക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ സർവാംഗീകാരമുള്ള പ്രവർത്തകരെയോ പോഷക സംഘടനകളെയോ ഒരുമിച്ച് അണിനിരത്താൻ കഴിഞ്ഞില്ല. പിന്നെ എല്ലാവരും തിരുവനന്തപുരത്തേക്ക് കേന്ദ്രീകരിച്ചു.
കാരണം പ്രചരണം കിട്ടും, പത്രവാർത്ത കിട്ടും, പിന്നെ തരൂർ പബ്ലിസിറ്റി കൂടുതൽ കിട്ടും. പിന്നെ തരൂർ എല്ലാവരെയും ഇണക്കിക്കൊണ്ടു പോകാനും പിന്നെ അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കാനും ശ്രമിച്ചതുകൊണ്ട് എല്ലാവരും തിരുവനന്തപുരത്തേക്ക് അട്ടിപ്പാറായി. അപ്പോൾ ഇവിടെ നേതാക്കന്മാർ ശ്രദ്ധിച്ചില്ല. പിന്നെ പലർക്കും ശ്രദ്ധിക്കാമായിരുന്നു. ഇവർ രമേശ് ചെന്നിത്തല, പിന്നെ ഉമ്മൻചാണ്ടി കുറച്ചൊക്കെ സഹായം ചെയ്തു തന്നു. പിന്നെ ആൻ്റണി ഒരു ദിവസം പര്യടനത്തിന് വന്നിട്ട് അങ്ങ് പോയി. പിന്നെ വയലാർ രവിക്കും സഹായിക്കാൻ കഴിയുമായിരുന്നു. ഇവരാരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ സാർ ഈ നേരത്തെ പറഞ്ഞതുപോലെ പുറത്തുനിന്ന് വന്ന ഒരാൾ അവിടെ ജയിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ സാധ്യതകൾ നഷ്ടമാകുമെന്ന് പേടിച്ച് കോൺഗ്രസിന്റെ വലിയ വിഭാഗം സാറിന്റെ തെരഞ്ഞെടുപ്പിനെ വേണ്ട രീതിയിൽ സാറിന് സപ്പോർട്ട് നൽകി. അത് തന്നെയാണ്. പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ എൻ്റെ സ്റ്റൈൽ അനുസരിച്ച് അവിടെ ജയിക്കാം, അടുത്ത പ്രാവശ്യം മത്സരിക്കാം, അപ്പോൾ അവിടുത്തെ വികസനങ്ങൾ നടത്താം, ജനങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് പ്രവർത്തിച്ചു പോകാം എന്നൊക്കെ അറിയാവുന്നവർ തന്നെയാണ് ഇതിനകത്ത് ഒരു കെട്ടുകെട്ടി നിർത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയത്. അതേ മണ്ഡലത്തിൽ പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ബിന്ദു കൃഷ്ണയ്ക്ക് വലിയ രീതിയിലുള്ള പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അത് കഴിഞ്ഞ് അടൂർ പ്രകാശ് അടൂർ പ്രകാശ് അവിടെ വിജയിക്കുന്നു, 32,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നത് നമ്മൾ കണ്ടു. ഒരുപക്ഷെ അടൂർ പ്രകാശ് അത്രയും സ്വാധീനം ഉള്ളത് കൊണ്ടും തൻ്റെ അടുത്ത് ഈ കളികളൊന്നും നടക്കില്ല എന്ന് നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തതും കൊണ്ടായിരിക്കും. അതെ, മുന്നറിയിപ്പ് കൊടുത്തത് കൊണ്ട് അയാൾ വളരെ കാൽക്കുലേറ്റഡ് ആയിരുന്നു. ഒരു പാരലൽ കമ്മിറ്റി അദ്ദേഹം സംഘടിപ്പിച്ചിരുന്നു. കോന്നിയിൽ നിന്ന് വന്ന ആൾക്കാരാണ് ഈ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്തതും വിതരണം ചെയ്തതും. അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ ഒരു ചോർച്ച ഉണ്ടാകാതെ പോകാൻ കഴിഞ്ഞു. തന്നെയല്ല, അയാൾ ഒറ്റ തെരഞ്ഞെടുപ്പിലും മത്സരിച്ച് തോറ്റിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്രമായിരുന്ന കോന്നി അദ്ദേഹം പിടിച്ചെടുത്തു. പിന്നെ ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ ഈ എല്ലാ കാര്യങ്ങളും സംസാരിച്ചിരുന്നു. അപ്പോൾ അടൂർ പ്രകാശ് അതനുസരിച്ചാണ് കാര്യങ്ങൾ ക്രമീകരിച്ചു കൊണ്ടുപോയത്. ഓരോ ചുവടുവെപ്പിലും അദ്ദേഹത്തിന് സഹായിക്കാൻ ആളുകളുണ്ടായിരുന്നു. ആ ആളുകളെ അദ്ദേഹം തന്നെ കൈകാര്യം ചെയ്ത് നിർത്തിയിരിക്കുകയായിരുന്നു. തിരിച്ചറിയാനും സാധിച്ചു. പിന്നെ ഓരോ ബൂത്തിലും നേരിട്ട് കൊണ്ട് കാശ് കൊടുക്കുകയായിരുന്നു. ഇവിടെ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്കാർ പണം വാങ്ങി കൊടുക്കുന്നു എന്ന് പറഞ്ഞു കൊണ്ടുപോവുകയാണ്. പിന്നൊന്ന്, ഇവിടെ സാധാരണ ഇലക്ഷനിൽ ആ കാലഘട്ടത്തിലൊന്നും സ്ഥാനാർത്ഥി ഇറങ്ങി പിരിക്കത്തില്ല, ഇവരും പിരിക്കത്തില്ല. അപ്പോൾ ഇവർ പറയുന്നതിന് വോട്ട് വേണോ പണം വേണോ എന്ന് ചോദിക്കും, അതുകൊണ്ട് പിരിക്കാൻ പറ്റത്തില്ല എന്ന് പറയും. എന്നാൽ ഇവർ അവരവരുടെ പോക്കറ്റുകളിൽ ചെന്ന് പണം പിരിച്ച് അവർ പോക്കറ്റിലിട്ടിട്ട് പോകും. അത് വലിയ തുകകൾ. അപ്പോൾ അങ്ങനെയും സാമ്പത്തികമായി ഞെരുക്കി. പക്ഷേ എനിക്ക് അന്നത്തെ കാലഘട്ടത്തിൽ കേന്ദ്രത്തിൽ നിന്ന് ആവശ്യമായ ധനം എല്ലാവർക്കും സ്ഥാനാർത്ഥികൾക്ക് കൊടുക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടുന്ന് പണം തരികയും ആ പണം അനുസരിച്ച് അപ്പോൾ അതൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ദിവസങ്ങളില്ലായിരുന്നു. 4-5 ദിവസത്തിന് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. പിന്നെ ഇതിനകത്തൊക്കെ ഒരുപാട് ഘടകങ്ങളുണ്ട്. പണം വേണ്ടവർക്ക് പണം, വേറെ ചിലരെത്തി എന്ന തീരദേശ മേഖലയിലാണ് അവർക്ക് മദ്യം. അപ്പം ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതൊക്കെ വേറെ ആളുകളെ ഏൽപ്പിച്ച് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും നിർഭാഗ്യത്തിന് പിന്നെ തലവരിയില്ല എന്ന് പറയേണ്ടി വരും. എന്നാലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ദുഃഖമുണ്ടാക്കിയത് ഇവിടുത്തെ തോൽവിയാണ്. സാറ് ഈ പറഞ്ഞതുപോലെ സാറിനിപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ, ഇത് ഞാനിപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൽ മറ്റൊരു മണ്ഡലത്തിലും കാണുന്നുണ്ട്. നമുക്ക് ചിലപ്പോൾ ഒരു നിരീക്ഷണത്തിൻ്റെ ഭാഗം തോന്നുന്നതാവാം. ആലപ്പുഴ ലോക്സഭാ മണ്ഡലം KC വേണുഗോപാൽ അവിടെ മത്സരിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അദ്ദേഹം മത്സരിച്ചില്ല. ഇപ്പോൾ അദ്ദേഹം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഒക്കെയാണ്. അദ്ദേഹം രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭ MP കൂടിയാണ്. എന്നിട്ടും ആലപ്പുഴയിൽ KC വേണുഗോപാൽ മത്സരിക്കാൻ ഇറങ്ങുന്നു. അവിടെ തന്നെ അദ്ദേഹത്തിനെതിരെ പല രീതിയിലുള്ള പ്രതിഷേധങ്ങളുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ബാനറുകളും ഫ്ലക്സുകളും ഒക്കെ കത്തിക്കുകയും കീറുകയൊക്കെ ചെയ്തിട്ടാണ് വാർത്ത വരുന്നു. അത് CPM-കാരാണോ ചെയ്തത്, കോൺഗ്രസ്സുകാരാണോ ചെയ്തതെന്ന് അറിയില്ല. അവിടെയും സാറിന്റെ അനുഭവം ഉണ്ടാവാൻ സാധ്യത. പിന്നെ സ്ഥലത്ത് ആലപ്പുഴയിൽ കോൺഗ്രസ്സുകാർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ കാലുവാരത്തില്ല. അതൊരു ഒരു സത്യമാണ്. പിന്നെ ഈ അപവാദങ്ങൾ വരുന്നത് പോലെ KC വേണുഗോപാൽ ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നിവിടെ മത്സരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തെ തന്നെ മത്സരിപ്പിക്കാൻ ഹൈക്കമാൻഡ് മനഃപൂർവ്വം തീരുമാനിക്കുകയായിരുന്നു. പിന്നെ KC വരണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരാഗ്രഹം അവിടുത്തെ ആലപ്പുഴക്കാർക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹം വന്നു. അപ്പോൾ അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങൾ എതിരാളികൾ ഉണ്ടാക്കുന്നതാണ്. കാരണം അദ്ദേഹം ജയിച്ചു കയറും എന്ന് വന്നപ്പോൾ ഉണ്ടാക്കുന്ന അലമ്പുകളാണ്. ഇപ്പോൾ ഇവരുടെ ഒരു തെരുവ് നാടകം ഉണ്ടാക്കി. ആ തെരുവ് നാടകത്തെ അപകടപ്പെടുത്താൻ ശ്രമിച്ചു, ആക്രമിച്ചു. അതുപോലെ തന്നെ ഈ പോസ്റ്റർ
ബോർഡുകൾ ഇതൊക്കെ നശിപ്പിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നു. അതുപോലെ അല്ല അവിടെ ഇപ്പോൾ ഒരു പ്ലസ് പോയിന്റിലാണ് KC വേണുഗോപാൽ നിൽക്കുന്നത്. പിന്നൊന്ന് 20 സീറ്റുകളിൽ മത്സരിച്ചിട്ട് ഒറ്റ സീറ്റാണ് നഷ്ടപ്പെട്ടത്, ആലപ്പുഴ. അപ്പോൾ ആ നഷ്ടപ്പെട്ട സീറ്റ് പിടിച്ചെടുക്കണം എന്നുള്ള ഒരു ധാരണയുടെയും ശാഠ്യത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് KC വേണുഗോപാലിനെ ഇവിടെ ഇറക്കുമതി ചെയ്തത്. ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിച്ചുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ സാറ് പറഞ്ഞു വരുന്നത് ആറ്റിങ്ങലിൽ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാർ പിന്നിൽ കുത്തിയ പോലൊരു അനുഭവം ഒരിക്കലും ആലപ്പുഴയിൽ KC വേണുഗോപാലിന് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് അല്ലേ? അതെ, KC വേണുഗോപാലിന് മാത്രമല്ല, അവിടെ മത്സരിക്കുന്നവർക്ക് ആർക്കും കിട്ടത്തില്ല. കാരണം 8 പ്രാവശ്യമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി അവിടെ മത്സരിച്ച് ജയിച്ചത്, 4 പ്രാവശ്യമാണ് LDF മത്സരിച്ച് ജയിച്ചത്. അപ്പോൾ അന്ന് K. ബാലകൃഷ്ണൻ മുതൽ ഇവിടെ KC വേണുഗോപാൽ വരെയാണ് അവിടെ മത്സരിച്ച് ജയിച്ചത്. പിന്നെ ഇടയ്ക്കൊരു ഒരു മനോജ് വന്ന്, ഡോക്ടർ മനോജ് വന്ന് കോൺഗ്രസിൽ നിന്ന് കൂറുമാറി ഒരു ലത്തീൻ കത്തോലിക്കരുടെ വോട്ടുകൾ കൂടി കരസ്ഥമാക്കിക്കൊണ്ട് മത്സരിച്ചപ്പോഴാണ് തോറ്റുപോയത്. പിന്നെ ആഞ്ചലോസ് വക്കം പുരുഷോത്തമനെ തോൽപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതൊഴിച്ചാൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ സുഗമമായി പോകുന്ന തരത്തിലുള്ള എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തന ശൈലിയുള്ള പ്രവർത്തകരാണ്. പിന്നെ അവർക്ക് കാലാവസ്ഥ, പിന്നെ അവർക്ക് മൂവ് ചെയ്യാനുള്ള സാമ്പത്തിക സഹായങ്ങൾ, പിന്നെ ബോർഡുകൾ, പോസ്റ്ററുകൾ ഒക്കെ മതിയായിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ സഹായിക്കും, ജനങ്ങൾ വോട്ട് ചെയ്യും. അപ്പോൾ KC വേണുഗോപാൽ ആലപ്പുഴയിൽ ജയിക്കും. പക്ഷെ അവിടെ ഒരു ഇതുള്ളത് 3 സ്ഥാനാർത്ഥികളെ അവിടെ നിർത്തിയിരിക്കുന്നു. ഒന്ന് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി, BJP നിർത്തിയിരിക്കുന്നത് ഈഴവ സ്ഥാനാർത്ഥി, പിന്നൊന്ന് നായർ സ്ഥാനാർത്ഥി. അപ്പോൾ സമുദായ സമവാക്യങ്ങൾ പോലും അവിടെ വരുമ്പോൾ ആർക്കാണ് ഈ കൂടുതൽ പിന്തുണ കിട്ടുന്നത് എന്നുകൂടി ആശ്രയിച്ചാണ് നിൽക്കുന്നത്. എന്നാൽ നല്ല കടുത്ത മത്സരമാണ്. ഈ കടുത്ത മത്സരത്തിൽ KC വേണുഗോപാൽ മുന്നേറും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.